മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ സവാജിർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, അന്നമൻ ഹാഫള അലസ്വലവാതി, 5 നേരത്തെ നിസ്കാരം പതിവാക്കുന്ന ആളുകൾ, സ്ഥിരമായി ശ്രദ്ധയോടുകൂടെ 5 നേരം 5 വക്ത നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, അക്രമഹുല്ലാഹു, ആ ആളെ അല്ലാഹു ബഹുമാനിക്കും. ബിഖംസി ഖിസ്വാലി, 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ബഹുമാനിക്കുമെന്ന്. എല്ലാ ദിവസവും കൃത്യമായി 5 വക്ത നിസ്കാരം ശ്രദ്ധയോടുകൂടെ നിർവഹിക്കുന്ന ആളുകൾക്ക് ഈ 5 കാര്യങ്ങൾ അല്ലാഹു നൽകുമെന്ന്. ഒന്ന്, ജീവിതത്തിലെ പ്രയാസങ്ങൾ അല്ലാഹു ഒഴിവാക്കി കൊടുക്കും. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, അല്ലാഹു അത് ഒഴിവാക്കി കൊടുക്കും. പിന്നെ പറഞ്ഞത് ഖബറിലെ ശിക്ഷ അല്ലാഹു ഒഴിവാക്കി കൊടുക്കും. ഖബറിലെ ശിക്ഷ ഉണ്ടാവില്ല, സുഖമായി ഖബറിൽ കഴിയാൻ പറ്റും. അവന്റെ നന്മ തിന്മകൾ എഴുതിയ കിതാബ് വലത്തെ കയ്യിൽ അല്ലാഹു കൊടുക്കുമെന്നാണ്. നന്മ തിന്മയുടെ കിതാബ് വലത്തെ കയ്യിൽ കിട്ടിയാൽ മനസ്സിലാക്കാം ഇനിയുള്ള റൂട്ട് വളരെ സുഖകരമായ റൂട്ടാണ്, സ്വർഗത്തിലേക്കാണോ പോവാതെ മനസ്സിലാക്കാം. വലത്തെ കയ്യിൽ അവന്റെ കിതാബ് കൊടുക്കും. സിറാത്ത് പാലത്തിലൂടെ മിന്നറിയുന്നത് പോലെ അവനക്ക് കടക്കാൻ സാധിക്കുമെന്നാണ്. നരകത്തിന്റെ മുകളിൽ അല്ലാഹു സംവിധാനിച്ച പാലാണല്ലോ, ആ പാലം കടന്നിട്ട് വേണം സ്വർഗത്തിലെത്താൻ. കടക്കാൻ പറ്റാത്ത ആളുകൾ നരകത്തിലേക്ക് വീഴും. നരകത്തിന്റെ മുകളിലാണ് അല്ലാഹു അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ആ പാലത്തിന്റെ മുകളിലൂടെ പലതരത്തിലും സഞ്ചരിക്കുന്നവരുണ്ട്. മിന്നറിയുന്നത് പോലെ, കാറ്റു വീശുന്നത് പോലെ, ഒട്ടകം സഞ്ചരിക്കുന്നത് പോലെ, പിന്നെ വേച്ചു നടക്കുന്നവർ, നടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ട് താഴെ നരകത്തിലേക്ക് വീഴുന്നവർ. നിസ്കാരത്തിന് കൃത്യമായി ശ്രദ്ധയോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ, ശ്രദ്ധയോടുകൂടെ നിസ്കാരം നിലനിർത്തുന്ന ആളാണോ മിന്നറിയുന്നത് പോലെ ആ സിറാത്ത് പാലത്തിലൂടെ കടക്കാൻ സാധിക്കുമെന്നാണ്. പിന്നെ നബിതങ്ങൾ പറഞ്ഞത് 5-ാമത്തേത്, ഒരു വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കും. ഈ 5 മഹത്വങ്ങൾ കിട്ടുമെന്നാണ്. ഈ 5 മഹത്വങ്ങൾ, 5 നേരത്തെ നിസ്കാരങ്ങൾ വളരെ കൃത്യമായി ഭംഗിയായി ഒരാൾ നിർവഹിച്ചാൽ 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അയാളെ ബഹുമാനിക്കും. എന്നാൽ അതേ ഹദീസിൽ തന്നെ കാണുന്നുണ്ട്, വമൻ തഹാവനായ സ്വലാത്തി, എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണെങ്കിൽ, നിസ്കരിക്കാത്ത ആള് എന്നല്ല പറയുന്നത്, അശ്രദ്ധ, നിസ്കരിക്കുന്നുണ്ട് ഒരു ശ്രദ്ധ ഇല്ലാതെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എല്ലാരും ഇങ്ങനെ കാട്ടുന്നത് പോലെ അവരിങ്ങനെ കാട്ടുന്നു. അങ്ങനെ ശ്രദ്ധയില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ ആളെ അല്ലാഹു തആല 15 ശിക്ഷകളെ കൊണ്ട് അല്ലാഹു അയാളെ ശിക്ഷിക്കും. 15 തരത്തിലുള്ള ശിക്ഷകൾ അല്ലാഹു കൊടുക്കുമെന്നാണ്. ഹംസത്തുൻ ഫിദ്ദുന്യ, അതിൽ 5 ഈ ലോകത്ത് വെച്ച് തന്നെ കൊടുക്കും. വതലാഖത്തുൻ ഇൻദൽ മൗതി, 3 മരിക്കണ സമയത്ത്. വതലാഖത്തുൻ ഫീ ഖബരിഹി, 3 ഖബറിൽ വെച്ചിട്ട്. വതലാഖത്തുൻ ഇൻദ ഖുറൂജിഹി മിനൽ ഖബരി, 3 ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരുന്ന സമയത്ത്. ഇങ്ങനെ 15 ശിക്ഷകളായിരിക്കും ഉണ്ടാവുക. ഈ ലോകത്ത് വെച്ചിട്ട് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, ഒന്നാമത്തേത് ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാവില്ല. കുറെ കാലം ജീവിക്കും, പക്ഷെ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല, ഒരു ബർക്കത്തില്ലാത്ത ജീവിതമായിരിക്കും. രണ്ടാമത്തേത് അവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു നല്ല ലക്ഷണം ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളുടെ അടയാളം അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു മായ്ച്ചു കളയുമെന്ന ഒരു നല്ല അടയാളം അവന്റെ മുഖത്ത് നോക്കിയാൽ ഉണ്ടാവില്ല. നിസ്കരിക്കുന്ന ആളാണ്, മുസ്ലിമാണ്, എല്ലാതും ഉണ്ട്, പക്ഷെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, അശ്രദ്ധമായിട്ട് നിസ്കരിക്കുന്ന ആള്. മൂന്നാമത്തെ ശിക്ഷ, എല്ലാവരും ചെയ്യുന്ന അവൻ എന്ത് സൽക്കർമ്മം ചെയ്താലും അല്ലാഹു അതിന് കൂലി കൊടുക്കൂല. നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, ഇനി അവന് ഖുർആൻ ഓതി, ദിക്റല്ലി, തസ്ബീഹല്ലി, ദാനധർമ്മം ചെയ്തു, ഇഅ്തികാഫിരുന്നു, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹു അതിന് കൂലി കൊടുക്കൂല. നിസ്കാരത്തിൽ കാര്യമായ ശ്രദ്ധ വേണം. നാലാമത്തേത്, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. അവൻ ദ്വാരത്തിന്റെ കാര്യമില്ല, അവന്റെ ദ്വാര അല്ലാഹു സ്വീകരിക്കൂല.
അഞ്ചാമത്തേത് സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്ക് ഇടം ഉണ്ടാവില്ല. സ്വാലിഹീങ്ങൾ പ്രാർത്ഥിക്കും, പഠിച്ചവനെ മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കണേ എന്നിട്ടാണ് നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങൾ പറയും. ആ ദുആയിൽ ഇവർക്ക് ഇടം ഉണ്ടാവില്ല, ഇവൻ ആ ദുആയിൽ പെടൂല. ഇങ്ങനെ 5 ശിക്ഷകൾ ഈ ലോകത്ത് വെച്ച് അള്ളാഹു കൊടുക്കും. എന്നാൽ മരണസമയത്ത് അള്ളാഹു കൊടുക്കുന്നതോ യമൂത്തു ദലീലൻ, നിന്ദ്യനായി മരിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു മോശപ്പെട്ട മരണമായിരിക്കും, ബാത്റൂമിൽ കിടന്നിട്ട് മരിക്കാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട മരണം, നിന്ദ്യനായിട്ട് മരിക്കും. യമൂത്തു ജാഹിഅൻ, വിശന്നവനായിട്ട് മരിക്കേണ്ടി വരും. മൂന്നാമത്തത് യമൂത്തു അത്ഷാൻ, ദാഹിച്ചു വരഞ്ഞിട്ട് മരിക്കേണ്ടി വരും. ഓരോ സുഖിയ ബിഹാറുദ്ദുന്യ മാ റബിയ മിൻ അത്ശിഹി, ഈ ലോകത്തുള്ള മുഴുവൻ സമുദ്രത്തിലെ വെള്ളം കുടിപ്പിച്ചാലും അവന്റെ ദാഹം തീരൂല, അങ്ങനെ ദാഹിച്ചു വരഞ്ഞു മരിക്കേണ്ടി വരും എന്നാണ്. എന്നാൽ ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന 3 ശിക്ഷകളോ, അവന്റെ ഖബർ അവന്റെ 2 സൈഡിലുള്ള വാരിയെല്ലുകളെ കോർക്കും വിധത്തിൽ ഖബർ ഇടുക്കി കളയുമെന്നാണ്. ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 2 സൈഡിലെ വാരിയെല്ലുകളും തമ്മിൽ കോർക്കുന്ന വിധത്തിൽ ഖബർ അവനെ കുടുസാക്കും. രണ്ടാമത്തേത് ഖബർ അവന്റെ ഖബറിനകത്ത് തീ ആടി കത്തും. നിസ്കരിക്കുന്ന ആളെ കഥകളി പറഞ്ഞോ, ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന ആളെ, നേരം പോലെ അല്ലാതെ നിസ്കരിക്കുന്ന ആളെ കഥകളി പറഞ്ഞു. അവന്റെ ഖബറിൽ തീ ഇങ്ങനെ ആടി കത്തും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാവും പകലുമില്ലാതെ ഫുൾ ടൈം ഖബറിൽ ഇങ്ങനെ തീ ആടി കത്തും. പിന്നെ അവന്റെ ഖബറിലേക്ക് അല്ലാഹു ഒരു പാമ്പിനെ അവർക്ക് തുണക്ക് കൊടുക്കും എന്നാണ്. ആ പാമ്പിന്റെ പേര് അശ്ശുജാഉൽ അഖ്റർ എന്നാണ്. ശുജാഉൽ അഖ്റർ എന്ന പേരായ ഒരു പാമ്പ്. ആ പാമ്പിനെ കുറിച്ച് നിബന്ധനകൾ വർണ്ണിക്കുന്നുണ്ട്. അതിന്റെ 2 കണ്ണ് തീ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന്റെ നഖങ്ങൾ പിന്നെ ഇരുമ്പിനാലുള്ളതാണ്. ഓരോ നഖത്തിന്റെയും നീളം മസീറത്ത് യൗമിൻ, ഒരു ദിവസം ഒരു ഒട്ടകത്തിന് സഞ്ചരിച്ചാൽ തീരാത്ത അത്രയും നീളം ഒരു നഖത്തിനുണ്ടാവുന്ന, അങ്ങനെ ഇരുമ്പിന്റെ നഖങ്ങൾ ഉണ്ടാവുമെന്നാണ്. ആ നഖം കൊണ്ട് ആ പാമ്പ് ഇവനെങ്ങനെ മാന്തും, ആ നഖം കൊണ്ട് ഇവനെങ്ങനെ മാന്തും ഖബറിൽ. എന്നിട്ട് ആ പാമ്പ് പറയും, അനശുജാഉൽ അഖ്റർ, ഞാനാണ് ശുജാഉൽ അഖ്റർ. എന്റെ ഉസ്താദ്മാരൊക്കെ വേറെ പറഞ്ഞില്ലേ, ശുജാഉൽ അഖ്റർ എന്ന് പറഞ്ഞ സംഭവം ഖബറിലുണ്ടാകും, അത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആ പാമ്പിന്റെ ശബ്ദം ഇടിവെട്ടുന്നത് പോലെയായിരിക്കും. ഞാൻ ശുജാഉൽ അഖ്റാണെന്ന് പറയുന്ന ശബ്ദം ഇടിവെട്ടുന്നത് പോലെ തോന്നും എന്നാണ്. എന്നിട്ട് ആ പാമ്പ് പറയണം, അമറനീയ റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു, അൻ അളറബക, നിന്നെ മാന്താൻ, അലാ ഖദിയായി സ്വലാത്തി സുബ്ഹി ഇലാ തുലൂഇ ശംസി, നീ സുബ്ഹി നിസ്കാരം ശ്രദ്ധയില്ലാതെ നിർവഹിച്ചതിന്റെ പേരിൽ, ശ്രദ്ധയില്ലാതെ സുബ്ഹി നിസ്കരിച്ചു, ഉറങ്ങി തൂങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ സുബ്ഹി നിസ്കരിച്ചു, അങ്ങനെ നീ ശ്രദ്ധയില്ലാതെ സുബ്ഹി നിസ്കരിച്ചതിന്റെ പേരിൽ നിന്നെ ളുഹർ വരെ മാന്താൻ അല്ലാഹു എന്നെ നിയോഗിച്ചിട്ടുണ്ട്. നീ ളുഹർ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ നിർവഹിച്ചതിന്റെ പേരിൽ അസ്ർ വരെ നിന്നെ മാന്താൻ വേണ്ടിയിട്ട്, അസ്ർ നിസ്കാരത്തിൽ നീ ശ്രദ്ധയില്ലാതെ നിർവഹിച്ചതിന്റെ പേരിൽ മഗ്രിബി വരെ മഗ്രിബ് നിസ്കാരത്തിൽ നീ ശ്രദ്ധയില്ലാതെ നീ പാഴാക്കി കളഞ്ഞതിന്റെ പേരിൽ ഇശാ വരെ നിന്നെ മാന്താൻ, അതുപോലെ തന്നെ ഇശാഇനെ നീ പാഴാക്കിയതിന്റെ പേരിൽ സുബ്ഹി വരെ നിന്റെ മാന്താൻ, 24 മണിക്കൂറും നിന്റെ മാന്തി വലിക്കാൻ അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് ശുജാഉൽ അഖ്റർ എന്ന പാമ്പ് അവരോട് പറയും. ഓരോ മാന്തല് മാന്തുമ്പോഴും അവൻ ഭൂമിയിലേക്ക് 70 മുഴം ആണ്ടിറങ്ങി പോകുമെന്നാണ്. പാമ്പ് ഒരു മാന്തല് മാന്തിയാൽ 70 മുഴം വരണ്ടിറങ്ങിപ്പോകും, പിന്നെയും കയറി വരും, പാമ്പ് പിന്നെയും മാന്തും, പിന്നെ ഇറങ്ങിപ്പോകും, പിന്നെയും കയറി വരും. ഇത് അവന്റെ ഖബറിൽ അന്ത്യനാൾ വരെ ഇത് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, 1-2 ദിവസമല്ല, അന്ത്യനാൾ വരെ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന്. എന്നാൽ ഇനി അവസാനമായി ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരുമ്പോഴോ 3 ശിക്ഷ അപ്പോഴുണ്ടാവും എന്നാണ് പറഞ്ഞു. ഒന്ന്, അവൻ മഹ്ശറിലേക്ക് വരുമ്പോൾ കഠിനമായ വിചാരണ നേരിടേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞു, നിസ്കാരം ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചു കഴിഞ്ഞാൽ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ നിസ്കരിച്ച ആളാണെങ്കിൽ അവർക്ക് കഠിനമായ വിചാരണ നേരിടേണ്ടി വരും. അല്ലാഹുവിന്റെ കോപത്തിന് അവൻ പാത്രമാകും. അവസാനം അവൻ നരകത്തിൽ പ്രവേശിക്കും.
പ്രവേശിക്കേണ്ടിയും വരും. ഈ 15 ശിക്ഷകൾ ശ്രദ്ധയില്ലാതെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന്റെ സവാജർ എന്ന ഗ്രന്ഥത്തിൽ പറയും. അതീവ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞ ഒരു സംഭവം കാണുന്നുണ്ട്, കിതാബുകളിൽ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ബദറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദർ യുദ്ധം നടന്ന ബദർ എണ്ണാങ്കളത്തിലൂടെ അതിന്റെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അവിടെ ഞാൻ ആ ബദറിന്റെ എണ്ണാങ്കളത്തിനുള്ളിലാണുള്ളത് കലീബ് ബദർ. ബദറിലെ പൊട്ടക്കിണർ അവിടെയാണുള്ളത്. ആ പൊട്ടക്കിണറിന്റെ, അതായത് ബദറിൽ ചത്തുമരച്ച അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത് ഇവരെല്ലാവരും മരിച്ചു കൊടുത്തിട്ട പൊട്ടക്കിണർ, ആ പൊട്ടക്കിണറിന്റെ അരികിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ പൊട്ടക്കിണറിൽ നിന്ന് ചങ്ങലയിൽ ബന്ധിപ്പിച്ച ഒരാൾ പുറത്തേക്ക് ചാടി. എന്നിട്ട് യാ അബ്ദുല്ലാഹ് ഇസ്ഖിനി എന്ന് പറയുന്നു, ഓ അബ്ദുല്ല, എനിക്ക് വെള്ളം തരണേ, ദാഹിച്ച് തൊണ്ട വറ്റിയിരിക്കുന്നു, ഒരൽപ്പം വെള്ളം തരണേ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ എന്റെ കയ്യിൽ ഒരു പാനപാത്രം ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ പാത്രം. അതുമായിട്ട് ആ മനുഷ്യർക്ക് കുറച്ച് വെള്ളം കൊടുക്കാം എന്ന് കരുതി ചെന്നപ്പോ മറ്റൊരാള് ആ കുഴിയിൽ നിന്ന് ചാടി വീഴുകയാണ്. യാ അബ്ദുല്ലാഹ് ലാ തുസ്ഖിനി, അയാൾക്ക് വെള്ളം കൊടുക്കരുത്. ആ ചാടിയ ആളുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുണ്ട്, ചാട്ടവാറുണ്ട്. എന്നോട് വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ആ ചാട്ടവാറ കൊണ്ട് ഒറ്റ അടിയണ്ട് കൊടുത്തു. ഈ വെള്ളം ചോദിച്ച ആളെ, ഈ ചങ്ങലയിൽ ബന്ധിപ്പിച്ച വെള്ളം ചോദിച്ച ആളെ ഒറ്റ അടിയണ്ട് കൊടുത്തു. ആ അടി കിട്ടിയപ്പോൾ അയാൾ ആ കുഴിയിലേക്ക് തന്നെ വീണു. ഇങ്ങനെ ഒരു കാഴ്ച, ഒരു രംഗം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ആ അടിച്ച ആളോട് ചോദിച്ചു, ഇതാരാണ്, ആരെയാണ് നിങ്ങൾ പോയി അടിച്ചത്, ഈ അടി കിട്ടിയത് ആരെക്കാണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അതാ അദുവുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ശത്രു അബൂജഹലാണ്. അബൂജഹലാണല്ലോ ഇത്. അബൂജഹലിനെയാണ് ഈ ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. ആ അബൂജഹലിനെയാണ് ഞാൻ അടിച്ചത് എന്ന് ആ മലക്ക്, ഒരു മലക്കായിരുന്നു, ആ മലക്ക് പറയും. ഈ അബൂജഹല് ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക. തങ്ങൾ പറയുന്നത്, ഞാൻ നബിന്റെ അടുക്കൽ പോയിട്ട് നബിയോട് ഇത് പറഞ്ഞു. അപ്പൊ നബിയാണ് പറഞ്ഞത്, അബൂജഹൽ, ഇത് അബൂജഹലായിരുന്നു. അത് അബൂജഹൽ ഖിയാമത്ത് നാൾ വരെ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ അബൂജഹലായിട്ട് പോലും പൊട്ടക്കിണറിലേക്ക് കൊണ്ടയിട്ടപ്പോ അയാൾ ചീഞ്ഞ നാറിയിട്ടത് അത് മണ്ണായി പോയിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയാണോ മരിച്ചതിന്റെ ശേഷം കിടക്കുന്നത് അതാണ് ഖബർ. ആ ഖബറിലെ ശിക്ഷ ഇങ്ങനെയായിരിക്കും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. നിസ്കരിക്കണം എന്നല്ല പറയുന്നത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നിസ്കരിക്കുമ്പോഴും നല്ല ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കണം. അല്ലാഹു എന്ന ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ നിസ്കരിച്ചെങ്കിലേ ഈ 15 ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. വിശുദ്ധ റബീഉൽ അവ്വലിന്റെ അനുഗ്രഹീത സുദിനം ഈ 12ലേക്ക് അടുക്കുന്ന സമയത്ത് അല്ലാഹുവേ, ഞങ്ങളെ ഹബീബിലേക്ക് അടുപ്പിക്കണേ തമ്പുരാനെ. അവിടുത്തെ മഹബ്ബത്തും അവിടുത്തെ ഇഷ്ഖും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. അവിടുത്തെ സംരക്ഷണം നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാൻ ഉള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റഹ്മാനെ, അവിടുത്തെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. മരണമടുക്കുമ്പോൾ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാനം മുത്തനബിന്റെ ജിവാറിലായി സ്വർഗ്ഗലോകത്ത് ഞങ്ങൾക്ക് കുടുംബസമേതം സന്തോഷത്തിന്റെ ജീവിതം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.